യെസ്, നന്ദി ഖാദർ പാലോത്ത് പ്രതികരിച്ചതിന്. നൂഹ് ചേരുന്നുണ്ട്. സർ, ഇപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ പ്രേക്ഷകരായാലും അതിനോട് യോജിക്കുന്നില്ല, ശുദ്ധവിഡിത്തമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിപ്പോൾ സാർ പറഞ്ഞു ഈ എക്സാം നടക്കുന്നത്, മറ്റ് അഡ്മിഷനൊക്കെ നടക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പക്ഷേ അതിനനുസരിച്ച് തന്നെ കലണ്ടർ, ഒരു അക്കാദമിക് കലണ്ടർ പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമോ? അതെ, അക്കാദമിക് കലണ്ടർ മാറ്റുക മാത്രമല്ല, ഇപ്പോൾ മന്ത്രി തന്നെ സൂചിപ്പിച്ചതുപോലെ കേരള എഡ്യൂക്കേഷൻ റൂൾസിലെ ചട്ടങ്ങൾ, ആ ചട്ടങ്ങൾ കൂടി പരിഷ്കരിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. അതിനുവേണ്ടി ചർച്ചയാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ കേവലം എഡ്യൂക്കേഷൻ കലണ്ടറുകൾ രൂപീകരിക്കുന്നത് സ്വാഭാവികമായിട്ടും ചട്ടങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ KER പരിഷ്കരണങ്ങൾ ആവശ്യമായി വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് മന്ത്രി ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കേവലം അത് വെക്കേഷൻ, അവധിക്കാലം എന്ന ഒരു ചർച്ചയിൽ മാത്രം ഒതുങ്ങുന്നതിന് പകരം കേരളത്തിലെ മൊത്തം വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള ചർച്ചകളെക്കുറിച്ച് തന്നെ നമ്മൾ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യേണ്ടി വരും. വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ മറ്റ് ഉന്നത സ്ഥാപനങ്ങളിൽ എത്തുന്നതിൻ്റെ എണ്ണത്തെക്കുറിച്ച്, ഇപ്പോൾ ഏറ്റവും ഒടുവിലെ നീറ്റിൻ്റെ കണക്കടക്കം നമ്മുടെ എത്ര പൊതുവിദ്യാർത്ഥികൾ അതിൽ കയറിക്കൂടി, അതേപോലെ തന്നെ മറ്റേ JEE അടക്കമുള്ള എക്സാമുകളിൽ ഈ തുടങ്ങിയ സംഗതികളിലൊക്കെ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ പിന്നോക്കം പോകുന്നു, അത്തരം സംഗതികളിൽ കുട്ടികൾ കൂടുതൽ എത്തിപ്പെടാൻ എന്താണ് കൂടുതൽ സാധ്യതയുള്ളത്, അതെന്താണ് കൂടുതൽ അനുകൂലമായത്, അവിടേക്കുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാൻ തോന്നുന്നത്. ബാക്കി വിശദമായ പഠനം നടത്തി പിന്നീട് പ്രതികരിക്കാമെന്നാണ് വിചാരിക്കുന്നത്.